ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം രാവിലെ 6 മണിയായപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലോട്ട് പോകാൻ വേണ്ടി ബസ്സൊക്കെ കയറി. ആ സമയത്ത് വ്ളോഗ് ചെയ്തില്ല ഗൈസ്, ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. ഇവിടെ ഉറങ്ങി. ഇപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. വാഷ്റൂമിലൊക്കെ പോയി. ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഇവിടുത്തെ ഇനിയിപ്പോൾ 2 മണിക്കൂറും കൂടെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നമുക്ക് സമയം ഒരു 8:30 നമ്മളപ്പോൾ ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പം ആഗ്രയിൽ ചെല്ലും. ഇന്നിപ്പം താജ്മഹൽ അല്ലെങ്കിൽ ആഗ്ര വ്ളോഗാണ് ഗൈസ്. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ബൈ. സെക്യൂരിറ്റി ചെക്ക് എന്ന് വെച്ചാൽ അന്യായോ എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ മറ്റേ നമ്മുടെ ഗിംബൽ സെൽഫി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതുപോലും അകത്ത് കയറ്റാൻ പറ്റത്തില്ല. ഓൾറെഡി ഏജൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അകത്ത് കയറ്റാൻ പറ്റും. ആ ഒരു സെൽഫി സ്റ്റാൻഡിൽ എന്ത് സംഭവിക്കാനെന്ന് വിചാരിച്ചത് കയറ്റി. അത് ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ഒന്നും അല്ലല്ലോ. അങ്ങനെ അത് കയറ്റിയതാണ്. അവസാനം ചെക്ക് ചെയ്യുന്നതിനിടെ എന്നോട് പറഞ്ഞു ഇത് അലൗഡല്ല, പുറത്ത് കൊണ്ട് വെച്ചിട്ട് തരാൻ പറയും. പിന്നെ അത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി വെച്ചു. വീണ്ടും വന്നപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം പോലും കയറ്റാൻ സമ്മതിച്ചില്ല. വെള്ളം പറഞ്ഞ് അവിടെ വെച്ചോ, തിരിച്ചു വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. എന്താണ് നമ്മൾ താജ്മഹലിലെത്തി ഗൈസ്. താജ്മഹൽ കാണിക്കാം. सवेरा मेरे तन भर से कचरा अंधेरा तेरी जाती हुआ सजरा सवेरा मेरे तन भर से कचरा अंधेरा तेरी जाती हुआ कतरा मिला जो तेरे दर पर से ओ मौला सजरा सवेरा मेरे तन भर से कचरा अंधेरा तेरी जाती हुआ सजरा सवेरा मेरे तन भर से कचरा अंधेरा तेरी जाती हुआ कतरा मिला जो तेरे दर पर से ओ मौला ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. ബിരിയാണി റൈസും എന്തോ ചാറുകറിയും അച്ചാറും. എല്ലാവരും നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് അവിടെ നിന്ന് ഒരു ചെറിയ സ്ഥലത്ത് ഫുഡ് അറേഞ്ച് ചെയ്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. അലി, എല്ലാം കഴിഞ്ഞു. എല്ലാമേ കഴിഞ്ഞു. ഡിയോ, എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞുണ്ട്, എല്ലാം കഴിഞ്ഞു.
ഗൈസ് എൻ്റെ ആത്മാർത്ഥം ട്രെയിനിലേക്ക് ഇരിക്കുന്ന വച്ച ബിരിയാണി വന്നു ഗൈസ്.